ഹലോ. അപ്പം ഇതാ ഒരു പുതിയ വീഡിയോയും കൂടെ. അപ്പം നമ്മളിന്ന് ബീഫ് എല്ല് കൂട്ടിയിട്ട് ബീഫ് വാങ്ങിച്ചിട്ട് നമ്മളത് കറി വെക്കാൻ പോവാണേ. അപ്പോൾ ഒരു 2-2.5 കിലോ ബീഫുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി 3-4 തവണ നല്ലോണം കഴുകിയിട്ട് ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് വെക്കുകയാണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് വേവിക്കും കേട്ടോ. കുക്കറിൽ ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ കുക്കറൊക്കെ ഓഫ് ചെയ്ത് വെച്ച് നല്ലോണം അതിൻ്റെ എയർ പോയതിന് ശേഷം നമ്മൾ അതിനകത്തേക്കുള്ള മസാലകൾ പിന്നെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം ഈ മസാല നമ്മൾ ഇത്രയും ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാം ഓരോ സ്പൂൺ വെച്ചിട്ടാണ്. മഞ്ഞൾപ്പൊടി മാത്രം കുറച്ച് കുറവാണ്, ബാക്കിയെല്ലാം കുറേശ്ശെ അളവിൽ നമ്മൾ ചേർത്തിട്ട് ഈ ബീഫിലേക്ക് നല്ലോണം ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ചേർത്തൊന്ന് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് മസാല തയ്യാറാക്കാം. ആദ്യം നമ്മളൊരു ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും ഒരു 2 സവാള, 2.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 സവാള, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിന് എരിവ് നമുക്ക് വേണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഇട്ട് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റുവാണേ. വഴറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ അതിനകത്തേക്ക് മസാലപ്പൊടികളെല്ലാം കൂടെ നമ്മൾ ചേർക്കുന്നത്. ഇത് നല്ല ഗോൾഡൻ കളറാകുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്ന മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചേർത്ത അതേ സെയിം മസാല തന്നെ, അല്പം ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. പിന്നെ എരിവ് അനുസരിച്ചിട്ട് വേണം, ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടിട്ടാണ് വേറെ മുളക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോഴത്തേനും നമ്മുടെ ബീഫിൻ്റെയൊക്കെ ചൂട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ ആ വെള്ളം ഒഴിച്ച് നമ്മൾ ആ മസാലയൊന്ന് ഇതാക്കി എടുക്കും കേട്ടോ, ഒന്ന് ലൂസാക്കി എടുക്കും. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിത് തിളപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ ബീഫിനകത്തേക്ക് ഈ മസാലയെല്ലാം ചേർന്ന് ഈ വെള്ളം എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ ഇടയ്ക്ക്. അപ്പം നമ്മുടെ ബീഫ് കറി, എല്ല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല കപ്പയൊക്കെ കൂട്ടി നമുക്ക് ഈ ബീഫ് കഴിക്കാം കേട്ടോ. ഞാൻ വെന്തോ നോക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ചെടുത്തത്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ഇനി വരുന്നത് വരേക്കും താങ്ക് യു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.